السلام عليكم ورحمة الله وبركاته. الحمد لله حق حمده والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ തന്നെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. സുഹൃത്തുക്കളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഇസ്ലാമിൻ്റെ അജയ്യമായ ഒരാദർശ വാക്യമാകുന്നു. ഒരു മനുഷ്യനെ ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിക്കുന്ന, സ്വർഗപ്രവേശനത്തിന് സാധ്യമാക്കുന്ന മഹത്തായ ഒരു വാക്യമാകുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. എന്നാൽ ഇന്ന് മുസ്ലിമീങ്ങളിൽ ധാരാളം ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ നേർക്കുനേരെയുള്ള അർത്ഥമോ അതിൻ്റെ ആശയമോ അറിയുകയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് ഓരോ മുസ്ലിമും നിർബന്ധമായും പഠിച്ചിരിക്കണം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അവൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ കൽപ്പിച്ച ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആൻ 47-ാം അധ്യായം സൂറത്ത് മുഹമ്മദിലെ 19-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ മനസ്സിലാക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. എന്താണ് സുഹൃത്തുക്കളെ അതിൻ്റെ നേർക്കുനേരെയുള്ള അർത്ഥം? അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനും ഇല്ല എന്നുള്ളതാണ്. അഥവാ പണ്ഡിതന്മാർ അതിനെ വിവക്ഷിച്ചത് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹു വഹ്ദ, ഏകനായ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഇന്ന് മലക്കുകൾ, ജിന്നുകൾ, പ്രവാചകന്മാർ, ഔലിയാക്കൾ, മറ്റു മനുഷ്യർ, വിഗ്രഹങ്ങൾ, പ്രകൃതി ശക്തികൾ എന്നിവയെല്ലാം ആരാധ്യന്മാരാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആരാധ്യന്മാരെല്ലാം നിരർത്ഥകമാണ്, വ്യർത്ഥമാണ്. ഏക ആരാധ്യൻ അത് അല്ലാഹു മാത്രമാണ് എന്ന് സ്ഥാപിക്കൽ കൂടിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിൻ്റെ 62-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്, എന്തുകൊണ്ടെന്നാൽ അല്ലാഹുവാണ് സത്യമായിട്ടുള്ളവൻ, വ അന്നമാ യദ്ഊന മിൻ ദൂനി, അവന് പുറമെ അവർ ആരാധിക്കുന്നവയെല്ലാം ഹുവൽ ബാത്തിൽ, അത് നിരർത്ഥകമായിട്ടുള്ളതാണ്, അത് വ്യർത്ഥമായിട്ടുള്ളതാണ്. വ അന്നല്ലാഹ്, അല്ലാഹു ആകട്ടെ ഹുവൽ അലിയുൽ കബീർ, അവനാണ് ഉന്നതനും മഹാനുമായിട്ടുള്ളവൻ. സുഹൃത്തുക്കളെ, ഈ ഒരു ആശയമാണ്, ആദർശമാണ് ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാരും അവരുടെ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത്, അവരുടെ സമൂഹത്തെ ക്ഷണിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 21-ാം അധ്യായം സൂറത്തുൽ അംബിയാഇൻ്റെ 25-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. നബിയെ, താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല, ഇല്ലാ നൂഹി ഇലൈഹി, അദ്ദേഹത്തിലേക്ക് ബോധനം നൽകിയിട്ടല്ലാതെ. എന്ത് ബോധനം നൽകിയിട്ടല്ലാതെ? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ യാതൊരു ആരാധ്യനുമില്ല എന്ന് ബോധനം നൽകിയിട്ടല്ലാതെ. അതുകൊണ്ട് ഫഅബ്ദൂൻ, അവർ എന്നെ ആരാധിച്ചു കൊള്ളട്ടെ എന്ന ആശയമാണ് മുഴുവൻ പ്രവാചകന്മാരും അവിടുത്തെ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ ആരാധന മുഴുവൻ
അള്ളാഹുവിന് സമർപ്പിക്കണം നാം. അതാണ് നേരായ മാർഗം എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു പല സ്ഥലങ്ങളിലായി പല ആയത്തുകളിലായിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും, നിങ്ങളുടെയും എൻ്റെയും രക്ഷിതാവാണ് അള്ളാഹു, അതുകൊണ്ട് ഫഅ്ബുദൂഹ്, അവനെ നിങ്ങൾ ആരാധിക്കുക, ഹാദാ സിറാത്തും മുസ്തഖീം, അതാണ് നേരായ മാർഗം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എല്ലാ കാര്യങ്ങളും വ്യർത്ഥമാണ്, നിരർത്ഥകമാണ്. അവർ ആരാധിക്കുന്ന ആരാധ്യന്മാരെല്ലാം നിരർത്ഥകമായിട്ടുള്ള കാര്യമാണ്, അസത്യമായിട്ടുള്ള സത്യമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഏകാരാധ്യനായ മുഴുവൻ പ്രവാചകന്മാരും ക്ഷണിച്ചിട്ടുള്ള ആരാധ്യനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ ആശയം എന്നുള്ളത് നാം മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിനനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.